വയസ്സ് വരെ ആ കുട്ടിക്ക് ബുദ്ധിപരമായും ശാരീരികമായും ആ കുട്ടി തീരെ ചെറുതാണ്. അത് ശരീരത്തിന്റെ ഒരു അവസ്ഥയാണ്. 7ാമത്തെ വയസ്സെത്തുമ്പോൾ ഹസലലഹു ഫീഹി ആഥാറുൽ ഫഹ്മി വദ്ദകാഇ വൽ ഖുവ്വ, കാര്യങ്ങൾ കൂടുതൽ ഗ്രഹിക്കാനുള്ള ബുദ്ധിയും ശക്തിയും ആ കുട്ടിക്ക് വരുന്നു. അപ്പൊ 7ാമത്തെ വയസ്സ് മുതൽക്ക് കുട്ടിക്ക് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. പിന്നെ ആ കുട്ടി വീണ്ടും 7ാമത്തെ വയസ്സ് കഴിഞ്ഞ് ഒന്നുകൂടി വളരുന്നു. അങ്ങനെ പിന്നൊരു 7 വയസ്സും കൂടി കഴിഞ്ഞ് 14 വയസ്സ് കഴിയുന്നു. അങ്ങനെ വരുമ്പോൾ 15ാമത്തെ വയസ്സിൽ കടന്ന് 15 വയസ്സ് പൂർത്തിയാകുമ്പോൾ അപ്പോൾ ബുദ്ധി പൂർണ്ണമാകുന്നു. അപ്പോൾ അവനോട് കൽപ്പനകളും നിർദ്ദേശങ്ങളും വിരോധങ്ങളും വരുന്നു. 15 വയസ്സ് പൂർത്തിയായാൽ പിന്നെ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അവൻ തന്നെയാണ് കുറ്റക്കാരൻ. 15 വയസ്സ് വരെ 7 വയസ്സ് മുതൽക്ക് നിസ്കരിച്ചില്ലെങ്കിൽ അവനല്ല കുറ്റക്കാരൻ, അവന്റെ രക്ഷിതാവാണ് കുറ്റക്കാരൻ. കാരണം അവനെ നിസ്കാരം പരിചയിപ്പിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുറുസ്സബിയ, കുട്ടികളോട് കൽപ്പിക്കണം, അവർ 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. നിസ്കാരം ഒന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. ഒതുവെടുക്കാൻ പറയണം, പല്ല് തേക്കാൻ പറയണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ശീലിപ്പിക്കുകയും വേണം. നല്ല സ്വഭാവങ്ങൾ ശീലിപ്പിക്കണം. അത് 7 വയസ്സ് മുതൽക്ക് തന്നെ അതെന്തായാലും ശീലിപ്പിക്കണം. ഇവിടെ ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. പലപ്പോഴും ചില വീടുകളിൽ ചെന്നാൽ പെൺകുട്ടികൾ വരും, അല്ലെങ്കിൽ പല സ്ഥലത്തും ചെന്നാൽ പെൺകുട്ടികൾ വരും. ഈ പെൺകുട്ടി ബാപ്പ ഉമ്മയുടെ മുന്നിൽ ഒരു ചെറിയ കുട്ടിയാണ്. പക്ഷേ ഒരു പ്രായമുള്ള മനുഷ്യൻ, പ്രായപൂർത്തിയെത്തിയ മനുഷ്യൻ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ ആശിക്കപ്പെടാൻ പറ്റുന്ന വിധത്തിലുള്ള ശാരീരിക പ്രകൃതി ഉള്ളവളാണെങ്കിൽ, പ്രായം 15 ആകണമെന്നില്ല, അല്ലെങ്കിൽ മറ്റു നിലക്ക് പ്രായം തികയണമെന്നില്ല. മറിച്ച് അത്തരം കുട്ടികളെ കൊണ്ടുവന്ന് പുരുഷന്മാരെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയോ അവരെ കൈ കൊടുക്കാൻ പറയുകയോ ചെയ്യരുത്. ചിലർ അത്തരം പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഉസ്താദിന് കൈ കൊടുക്കുമെന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല. ഉസ്താദിന് കൈ കൊടുക്കാനും പാടില്ല. നമ്മൾ ആലോചിക്കണം, നല്ല ബോധം വേണം. നമുക്ക് ദീനിന്റെ നിയമങ്ങളെ കുറിച്ച് നല്ല ബോധം വേണം. ഇതുപോലെ 7 വയസ്സിന് ശേഷം പ്രകൃതിപരമായി ചിലപ്പോൾ പെൺകുട്ടികൾ, നല്ല വളർച്ചയുള്ള പെൺകുട്ടികൾ ഉണ്ടാകും. 9ാമത്തെ വയസ്സ് മുതൽക്ക് തന്നെ പ്രായം തികയാനുള്ള അവസരവും ലഭിച്ചേക്കാം. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. ഏതായാലും 15 വയസ്സാകുന്നതോടുകൂടി ഒരു മനുഷ്യന് പ്രായം തികയുമെന്നുറപ്പാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 7 കഴിഞ്ഞു, പിറ്റത്തെ ഒരു 7 കഴിഞ്ഞു. അപ്പോഴേക്ക് മനുഷ്യന് ബുദ്ധിയും വിവരവും ഒക്കെ കൂടുതൽ വെക്കുന്ന ബോധമുള്ള ഒരു മനുഷ്യനായി തീരുന്നു. അതിനാൽ അവൻ ഓരോ കാര്യങ്ങളും നിർബന്ധമാണ്, ഹറാം ഹറാമാണ്, ആ നിയമങ്ങളെല്ലാം അവന് തന്നെ ബാധിക്കുകയാണ്. അവിടുന്ന് പിന്നെയും ഒരു 7 കൊല്ലം കഴിയുമ്പോ, അതെ 21 വയസ്സ്, അവിടെ എത്തുമ്പോഴേക്ക് ബുദ്ധി നന്നായി വളരുകയാണ്. യക്മുലുൽ അഖ്ലു വയബ്ലുഗു ഇലാ അപ്പോൾ അവന് വൈകാരികമായ വിഷയങ്ങൾ ഉണ്ടാകുന്ന പ്രായത്തിലേക്ക് എത്തുന്നു. അവന് പല കാര്യങ്ങളും ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൂടി വരുന്നു. അവിടുന്ന് പിന്നെയും മുന്നോട്ട് പോയാൽ, ഓ സുഹൃത്തുക്കളെ, ആ കുട്ടി പിന്നെയും വളരുന്നു. വളരുന്നതിനനുസരിച്ച് അവന്റെ ശാരീരികമായ പ്രകൃതിയും രൂപങ്ങളും വളരുന്നു. അങ്ങനെ 22ാമത്തെ വയസ്സ് മുതൽക്ക് പോകുമ്പോൾ വളർച്ചയുടെ ഉയർന്ന സ്ഥാനത്തേക്കുള്ള മുന്നോട്ടുള്ള ഗമനമാണ്. അങ്ങനെ ഒരു 28 വയസ്സാകുമ്പോ വളർച്ചയുടെ ശരിയായ വശം അവന് പൂർത്തിയായി വരുന്നു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ അങ്ങനെ വളർന്നുകൊള്ളണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ചെറിയ വളർച്ച മാത്രമേ പിന്നീട് ഉണ്ടാവുകയുള്ളൂ. അതങ്ങനെ പോയാൽ ഒരു 33, പിന്നെ ഒരു 7 കൂടി കഴിയുമ്പോൾ ഒരു 33, അതോടുകൂടി അവന്റെ വളർച്ച അവിടെ നിൽക്കുകയാണ്. പിന്നെ അങ്ങോട്ടൊരു 40 വയസ്സ് വരെ അവൻ ഏകദേശം അതേ നൃത്തം തന്നെ നിന്നു എന്ന് വരാം. പിന്നീട് ചന്ദ്രൻ, നമുക്കറിയാമല്ലോ, 14ാം രാവ് കഴിഞ്ഞാൽ പിന്നീട് താഴോട്ട് പോയി പിന്നെ തീരെ കാണാതെയാകുന്നത് പോലെ മനുഷ്യന്റെ ആരോഗ്യവും ശാരീരികമായ രൂപവും ഒക്കെ താഴോട്ടേക്ക് പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല വെച്ച ചില വ്യവസ്ഥിതികളും രൂപങ്ങളുമാണത്. അതൊക്കെ ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്.
മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 33 വയസ്സായിരുന്നു. ആ സമയത്തൊന്നുമല്ല 30 വയസ്സായിരുന്നുവെന്നുമൊക്കെ പണ്ഡിതന്മാർ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതാണ് ലമ്മാ ബലഗ അശുദ്ധഹു വഅതൈനാഹു ഹുക്മൻ വഇൽമാ വകദാലിക നജ്സിൽ മുഹ്സിനീൻ. നല്ലൊരു യുവാവായി കൊട്ടാരത്തിൽ കഴിയുകയാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കാനും ഉന്നത പദവിയിലെത്തിക്കാനുമൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമുണ്ട്. ആ തീരുമാനം അവൻ നടപ്പാക്കുന്നത് പരീക്ഷണങ്ങൾക്ക് ശേഷം പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടാണ്. ഒരു പരീക്ഷണം കഴിയുമ്പോൾ വേറൊരു പരീക്ഷണത്തിന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിൽ വെച്ച് വിധേയനാവുകയാണ്. അതാണ് ഖുർആൻ ശേഷം പറയുന്നത്, വറാവദത്തുഹുല്ലതീ ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സി വഗല്ലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈത ലക് ഖാല മആദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. ഇതൊരു വല്ലാത്ത പരീക്ഷണമാണ്, ആത്മീയ രംഗത്തുള്ള വലിയ പരീക്ഷണമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാൻ അതേ കൊട്ടാരത്തിൽ മന്ത്രി കൽപ്പിച്ചതനുസരിച്ച് സർവ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ആ പെണ്ണുണ്ടല്ലോ, അവൾ ആവശ്യപ്പെടുകയാണ് അന്നഫ്സിഹി, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരം ആവശ്യപ്പെടുകയാണ്. വഗല്ലഖത്തിൽ അബ്വാബ്. നല്ല മന്ത്രിയുടെ ഭാര്യയാണ്, നല്ല കഴിവുള്ളവളാണ്, ഭംഗിയുള്ളവളാണ്, എല്ലാ കാര്യങ്ങളുമുള്ളവളാണ്. അവള് നല്ല വസ്ത്രമണിഞ്ഞ് അതേ വീട്ടിന്റെ വാതിലും കടകുമൊക്കെ അടച്ചു. വഗല്ലഖത്തിൽ അബ്വാബ്. ഒരു വാതിലല്ല 7ഓളം വാതിലുകൾ അടച്ചു. അതിന്റെ ഉള്ളിൽ നിന്ന് അവളതാ വിളിക്കുന്നു, ഹൈതലക്ക് വരൂ. ഖാല മആദല്ലാഹ്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ കാണാം, ആ പെണ്ണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തെറ്റായ പ്രവണതയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. ആദ്യം തന്നെ ചോദിക്കുന്നു, എന്തൊരു ഭംഗിയാണ് നിന്റെ മുഖത്തിന്. പലപ്പോഴും പല പെണ്ണും പല ചെറുപ്പക്കാരെയും അതാ മലർത്തിയടിക്കുന്ന, അതേ വഞ്ചനയിൽ കൊടുക്കുന്ന അത്തരം ചില വാചകങ്ങളുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ അതിൽ പെട്ടുപോകാൻ പാടില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നു, മാ അഹ്സന സൂറത വജ്ഹിക്, നിന്റെ മുഖത്തിന് എന്തൊരു ഭംഗിയാണ്. അപ്പോൾ യൂസുഫ് നബിയുടെ മറുപടി, അർറഹി അതേ ഫിർറഹിമി സവ്വറനീ റബ്ബി, അതെന്റെ വകയല്ലല്ലോ, അതെന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ എന്റെ റബ്ബങ്ങനെയാക്കിയതല്ലേ. അപ്പോൾ അവളെ പറച്ചിലെന്താണ്, മാഹസന ഷഅറക്, നിന്റെ മുടിക്കെന്തൊരു ഭംഗിയാണ്. അപ്പോൾ മഹാനവറുകളുടെ മറുപടി എന്താണ്, ഹുവ അവ്വലു ശൈഇൻ യബ്ലാ മിന്നീ ഫീ ഖബ്രീ, എന്റെ ഖബറിൽ ആദ്യം തന്നെ അതാ നീങ്ങിപ്പോകുന്നതും അതുപോലെ അപകടം വരുന്നതുമായ വസ്തുവല്ലേ അത്. പിന്നെയും അവളതാ ചോദിക്കുന്നു, മാ അഹ്സന ഐനൈക്, അതേ നിന്റെ കണ്ണിനെന്തൊരു ഭംഗിയാണ്. അപ്പോഴും യൂസുഫ് നബിയുടെ മറുപടി, ബിഹിമാ അൻദുറു ഇലാ റബ്ബി, എന്റെ ആ കണ്ണുകൊണ്ടല്ലേ എനിക്കെന്റെ റബ്ബിലേക്ക് നോക്കേണ്ടത്. അവള് വീണ്ടും പറയാണ്, ഇർഫഇ ബസറക, നിന്റെ കണ്ണു ഫൻദുറി ഫീ വജ്ഹി, നീ കണ്ണ് തുറന്നിട്ട് എന്റെ മുഖത്തേക്കൊന്ന് നോക്കൂ. അപ്പോൾ മഹാനവറുകളെ മറുപടി, ഇന്നി അഖാഫുൽ അമാ ഫീ ആഖിറതി, ഇവിടുത്തെ ഈ ജീവിതത്തിലല്ലേ, എന്നാൽ പാരത്രിക ലോകത്ത് നിങ്ങളെ മുഖത്തേക്ക് ഞാനങ്ങനെ നോക്കിയാൽ പാരത്രിക ലോകത്ത് ഞാൻ അന്ധനായി പോകുന്നത്, എന്റെ കണ്ണിന് കാഴ്ചയില്ലാതെയായി പോകുന്നത് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ അവൾ പറയാണ്, അതിനു മിൻക വതബഅതു അന്നി,
ഞാൻ നിന്നിലേക്ക് അടുക്കുമ്പോൾ നീ എന്നിൽ നിന്ന് അകലുകയാണോ? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ഉരീദു ബിദാകിലിക്കൽ ഖുർബ മിർ റബ്ബി, ഞാൻ നിങ്ങളിൽ നിന്ന് അകലുന്നത് എന്റെ റബ്ബുമായി അടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അവൾ ശേഷം പറയുന്നു, ഞാൻ നല്ല വിരിച്ച് വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, അതേ, ഞാൻ നല്ല കർട്ടനും അതുപോലെ നല്ല മറയുള്ള വസ്തുവൊക്കെ വെച്ചിട്ടുണ്ട്. അവരുടെ മറുപടി, ലാ യസ്തുറൂനി മിർ റബ്ബി, അതൊന്നും എന്റെ റബ്ബിനെ മറക്കൂലല്ലോ, റബ്ബിന്റെ മുമ്പിൽ മറയാകൂലല്ലോ. അവള് വീണ്ടും പറയുന്നു, ഫിറാസുൽ ഹരീരി ഖദ് ഫറസ്തുഹു ലക്, നിനക്ക് വേണ്ടി ഞാൻ പട്ട് മെത്ത വിരിച്ച് വെച്ചിട്ടുണ്ട്. ഖും ഫഖ്ലി ഹാജതി, നീ എഴുന്നേറ്റ് വന്ന് എന്റെ ആവശ്യം നിർവഹിച്ചു തരൂ. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ഇദൻ യദ്ഹബു മിനൽ ജന്നതി നസീബി, അതോടെ സ്വർഗത്തിലെനിക്കുള്ള ഭാഗ്യം പോയില്ലേ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവൾ വിളിച്ചപ്പോൾ അതിന് തയ്യാറായില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്, ഖാല മആദല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ കാവല് ചോദിക്കുന്നു, ഞാൻ അങ്ങനെ ഒരു തെറ്റിലേക്ക് പോകാതെ റബ്ബെന്നെ സംരക്ഷിക്കാൻ ഞാൻ അല്ലാഹുവിനോട് കാവല് ചോദിക്കുന്നു. ഇന്നഹു റബ്ബി അഹ്സന മസ്വായി, അല്ലാ, എനിക്കെല്ലാം തന്ന എന്റെ റബ്ബായ അല്ലാ, അവനോട് ഞാൻ കാവല് ചോദിക്കുന്നു. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, എന്നെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ നല്ല താമസ സൗകര്യം ചെയ്ത് നല്ല ഭക്ഷണം തന്ന് എല്ലാ സൗകര്യങ്ങളും തന്ന എന്റെ യജമാനനുണ്ടല്ലോ, എന്റെ മുതലാളിയുണ്ടല്ലോ, ആ മനുഷ്യൻ ഇത്രയൊക്കെ ഉപകാരം ചെയ്തിട്ട് ഞാൻ അദ്ദേഹത്തെ വഞ്ചിക്കാരാണോ? നല്ലത് ചെയ്തവർക്ക് പകരം അങ്ങോട്ടിങ്ങനെയുള്ള ചതി കൊടുക്കാനാണോ? അതിനെന്നെ കിട്ടൂല. നന്നായി ശ്രദ്ധിക്കണം നമ്മൾ. ഒരാൾ ഇങ്ങോട്ട് ഉപകാരം ചെയ്താൽ അവന് ഇത്തരത്തിലുള്ള തെറ്റുകൊണ്ട് അവന്റെ ഭാര്യയെയോ പെൺകുട്ടികളെയോ അവന് ബന്ധപ്പെട്ടവരെയോ അതാ ഉപയോഗപ്പെടുത്താനുള്ള ശ്രദ്ധ മനുഷ്യത്വമല്ലല്ലോ. പിന്നെ നബിയായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അങ്ങനെ ഒരു ശ്രദ്ധ ഉണ്ടാകൂല എന്നുറപ്പല്ലേ? മഹാനവറുകൾ പറയാണ്, ഇന്നഹു റബ്ബി, എന്നെ പോറ്റിയവനാണ് നിങ്ങളെ ഭർത്താവ്, എന്നേക്ക് വേണ്ടതൊക്കെ ചെയ്ത് തന്നവനാണ് നിങ്ങളെ ഭർത്താവ്. അഹ്സനമസ്വായ, അതേ നല്ല കിടപ്പറം തന്നവനാണ് നിങ്ങളെ ഭർത്താവ്. അതിനാൽ നന്മ ഉപകാരം ചെയ്തവന് ഉപദ്രവം ചെയ്യാൻ ചതിക്കാൻ പറ്റൂലല്ലോ. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമം ചെയ്യുന്നവർ നിശ്ചയം വിജയിക്കൂല. ക്രമം തെറ്റിയൊന്നും ചെയ്യാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ധീരമായ, അതേ തറവാടിത്തമുള്ള, മാന്യതയുള്ള, സംസ്കാരമുള്ള ആ മറുപടി ഏതൊരു മനുഷ്യനും പഠിച്ചു വെക്കേണ്ട മറുപടിയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവളുടെ ഇംഗിതത്തിന് വഴിപ്പെടാൻ തുനിഞ്ഞില്ല. പരിശുദ്ധ ഖുർആൻ പറയാണ്, വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാഅ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. വലഖദ് ഹമ്മത് ബിഹി, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തെറ്റായ പ്രവർത്തനത്തിന് കിട്ടണമെന്ന് അവൾ കരുതി. അവൾ അതിനു വേണ്ടി തുനിഞ്ഞു. അതിന് ധാരാളം തഫ്സീറുകൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. ഈ ആയത്ത് അതിന്റെ ശരിയായ വിവരണം ഇമാം റാസിയെ പോലുള്ള പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. പടച്ചവൻ
യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അതേ നല്ല ബോധം കൊടുത്തിട്ടുണ്ടല്ലോ, നല്ല അറിവ് നൽകിയിട്ടുണ്ടല്ലോ, ഏത് കാര്യവും വേണ്ടതുപോലെ ഗ്രഹിക്കാനുള്ള എല്ലാ കഴിവും മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിട്ടുണ്ടല്ലോ. ആ കാരണത്താൽ, അതുള്ളതിനാൽ, അതില്ലായിരുന്നുവെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചിന്ത അങ്ങോട്ട് നീങ്ങുമായിരുന്നു. പക്ഷേ അവളിലേക്ക് ബോധം കൊടുത്തിട്ടുണ്ടല്ലോ, നല്ല അറിവ് നൽകിയിട്ടുണ്ടല്ലോ, ഏത് കാര്യവും വേണ്ടതുപോലെ ഗ്രഹിക്കാനുള്ള എല്ലാ കഴിവും മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിട്ടുണ്ടല്ലോ. ആ കാരണത്താൽ, അതുള്ളതിനാൽ, അതില്ലായിരുന്നുവെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചിന്ത അങ്ങോട്ട് നീങ്ങുമായിരുന്നു. പക്ഷേ അവളിലേക്ക് ചിന്ത ഒരൽപ്പവും നീങ്ങിയില്ല. ഇമാം റാസി പറയാണ്, അമ്മൽ മുഹഖിഖൂനൽ മുസ്ബിതൂന ലിൽ ഇസ്മതി, അമ്പിയാക്കൾ തെറ്റ് സംഭവിക്കുകയില്ലെന്ന് സ്ഥിരപ്പെടുത്തി കാര്യം തെളിവ് സഹിതം കൃത്യമായി വിവരിക്കുന്ന പണ്ഡിതന്മാർ, ഫഖദ് ഫസ്സറൂ റുഅയത്തൽ ബുർഹാനി ബിവുജൂഹിൻ, അല്ലാഹുവിന്റെ തെളിവ് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ച് കരുതി പോകുമായിരുന്നു. അള്ളാഹുവിന്റെ തെളിവ് കണ്ടതുകൊണ്ടാണ്, അഥവാ തെളിവ് കിട്ടിയത് കൊണ്ടാണ് മഹാനവറുകൾക്ക് അങ്ങനെ ഒരു ചിന്ത വരാതിരുന്നത് എന്ന് വിശദീകരിക്കുന്ന സ്ഥലത്ത് മഹാനവറുകൾ പറയാണ്. അതിന്റെ എന്താണ് ആ ബുർഹാൻ കൊണ്ടുള്ള തഫ്സീർ? അന്നഹു ഹുജ്ജത്തുല്ലാഹി തആല ഫീ തഹ്രീമിസ് സിനാ, വ്യഭിചാരം ഹറാമാണെന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ തെളിവ് സഹിതം ഏറ്റവും സംസ്കാരമുള്ള മനുഷ്യന്റെ, ഒരു സംസ്കാരമുള്ള മനുഷ്യരും തറവാടിത്തമുള്ള മനുഷ്യരും ചെയ്യാത്ത പണിയല്ലേ വ്യഭിചാരം. ആ ബോധം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് റബ്ബ് കൊടുത്തിട്ടുണ്ടല്ലോ. വ്യഭിചാരിക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച് നല്ല അറിവ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു കൊടുത്തിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് ബുർഹാൻ, തെളിവ് എന്ന് പറഞ്ഞത്. രണ്ടാമതായി അല്ലാഹു തആല തഹറ നുഫൂസൽ അംബിയാഇ അലൈഹിസ്സലാം അനിൽ അഖ്ലാഖിദ് ദമീമ, അംബിയാക്കളുടെ മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചീത്ത സ്വഭാവങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതൊക്കെ തന്നെയാണ് ഇവിടെ തെളിവ് കണ്ടു എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ. വേറെ ഒരു വിവക്ഷ മഹാനവറുകൾ മേൽപോട്ട് നോക്കിയപ്പോൾ അവിടെ വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ എന്ന ആയത്ത് കാണുകയാണ്, ആ ദൃഷ്ടാന്തം കാണുകയാണ്. അങ്ങനെ പറഞ്ഞവരും ഉണ്ട്. ഏതായിരുന്നാലും ശരി, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല കൊടുത്ത ബോധവും അറിവും, അതുപോലെ മഹാനവറുകൾക്കുള്ള മഹത്വവും, മഹാനവറുകൾക്ക് നുബുവത്ത് ലഭിച്ചെങ്കിൽ ആ നുബുവത്തിന്റെ സ്ഥാനവും എല്ലാം മഹാനവറുകളെ തടയുകയാണ്. അവൾ എത്ര നിർബന്ധിച്ചിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് തുനിയാതെ മഹാനവറുകളെ പിടിക്കാനുള്ള ശ്രമം അവൾ നടത്തുമെന്നായപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുകയാണ്. അതാണ് വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അറാ ബുർഹാന റബ്ബി, റബ്ബിന്റെ ബുർഹാൻ കണ്ടില്ലെങ്കിൽ തിരിച്ചും കരുതി പോകുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കരുത്ത്, എന്തെങ്കിലും ചെയ്യണമെന്നൊരു തോന്നൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനുണ്ടായില്ല. ഇത് ഒരു തഫ്സീറാണ്. വേറൊരു തഫ്സീർ ഉണ്ട്. എന്താണ്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തെറ്റായ പ്രവർത്തനത്തിനു വേണ്ടി പിടിക്കണം, അങ്ങനെ തെറ്റ് ചെയ്യിപ്പിക്കണം എന്ന് അവളെ മനസ്സിൽ തോന്നി. അവൾ അതിനൊരുങ്ങുകയാണ്. ഓന്നങ്ങ് കൊടുത്താലോ എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ മനസ്സിലും തോന്നി. എന്ത് പറഞ്ഞിട്ട് ഇവൾ വിടുന്നില്ലല്ലോ. നാലൊരടി കൊടുക്കാം, ഒരു പ്രഹരം കൊടുക്കാം എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിന് തോന്നി. പക്ഷേ അടിക്കാതിരുന്നത് എന്താണ്? അടിച്ചാ പ്രശ്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്ത ബോധം. അപ്പൊ അടിച്ചാൽ മന്ത്രിന്റെ ഭാര്യയാണ്, ഭരണാധികാരിന്റെ ഭാര്യയാണ്, അവളെ കൊട്ടാരത്തിലാണ്. അവളെങ്ങാനും പ്രഹരിച്ചു പോയാൽ പ്രശ്നം അവിടെ ഒന്നും നിൽക്കൂല. ആ ഒരു ബോധം അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തു. അങ്ങനെയും പറഞ്ഞ തഫ്സീറുകൾ ഉണ്ട്. ഏതായിരുന്നാലും ശരി, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ തെറ്റിന് കൂട്ടുനിൽക്കാൻ കിട്ടിയില്ല. അല്ലാഹു പറയാണ്, കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാ. അതുകൊണ്ട് തന്നെ കൈകൊണ്ടുള്ള തെറ്റ് ചെയ്യാനോ, കൈകൊണ്ടുള്ള
പാടില്ലാത്ത കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ വ്യഭിചാര കുറ്റം ചെയ്യാനോ രണ്ടിനും അവസരമില്ലാത്ത വിധം ആ തെറ്റിൽ നിന്ന് അല്ലാഹു തആല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിരിച്ചു കളഞ്ഞു. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. കാരണം യൂസുഫ് നബി അലൈഹി സ്വലാം ഒരു സാധാരണ മനുഷ്യൻ അല്ല, മറിച്ച് പിശാചിനെ പിഴപ്പിക്കാൻ കഴിയാത്ത മുഖ്ലസീങ്ങളിൽപ്പെട്ട ആളാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ക്ലിയറായ വ്യക്തിയാണ്. അത്തരം ആളുകളെ പിഴപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല എന്ന് ഇബ്ലീസ് തന്നെ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അത്തരം ആളുകളിൽപ്പെട്ട ആളാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുഹൃത്തുക്കളെ, പക്ഷേ അവൾ അതുകൊണ്ടൊന്നും മതിയാക്കിയില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടിക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഓടുകയാണ്, വാതിലിന്റെ അടുക്കലേക്ക് ഓടുകയാണ്. അവളും മത്സരിച്ചോടുകയാണ്. വസ്തബഖൽ ബാബ്, രണ്ടാളും മത്സരിച്ചോടുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വാതിൽ തുറന്നൊന്ന് പുറത്തു ചാടി രക്ഷപ്പെടണം. ഇവൾക്കാണെങ്കിലോ വാതിൽ തുറക്കാൻ അനുവദിക്കാതെ വാതിൽ അവിടെ പൂട്ടിക്കിടക്കുന്ന അതിനെ വെച്ചിട്ടുള്ള ആ നിലവാരത്തിൽ തന്നെ പൂട്ടി തന്നെ നിൽക്കണം. അതിന് രണ്ടുപേരും മത്സരിച്ചോടുകയാണ്. വസ്തബഖൽ ബാബ്. എല്ലാവരും എഴുന്നേറ്റുന്നൊരു സ്വലാത്ത് ചൊല്ലണം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഓടി അങ്ങ് വാതിലിന്റെ അടുക്കലെത്തുമ്പോ ഈ സ്ത്രീ ഉണ്ടല്ലോ, ഇരുന്നോളും, സുലൈഖയുണ്ടല്ലോ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുപ്പായം പിടിക്കുകയാണ് ബാക്കിൽ നിന്ന്. വഅൽഫയാ സയ്യിദഹാ ലദൽ ബാബ്. വാതിൽ തുറന്നങ്ങ് പുറത്തേക്ക് ചാടാൻ യൂസുഫ് നബി അലൈഹിസ്സലാം ശ്രമിക്കുമ്പോൾ വാതിലിന്റെ മുന്നിൽ അതാ വീട്ടുടമസ്ഥനെ, മന്ത്രിയെ, യജമാനനെ രണ്ടാളും കണ്ടെത്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല അവിടെ പറയുമ്പോൾ പറഞ്ഞ വാചകം കണ്ടോ നിങ്ങൾ? അൽഫയാ, അവർ രണ്ടാളും കണ്ടെത്തിക്കുകയാണ് സയ്യിദഹാ, അവളുടെ മുതലാളിയായ അവളുടെ ഭർത്താവായ വ്യക്തിയെ. കാരണം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പണം കൊടുത്ത് വാങ്ങിയതാണെങ്കിലും ഉടമസ്ഥാവകാശം കിട്ടൂലല്ലോ, കാരണം അടിമയല്ലല്ലോ. അതേ മഹാനവറുകൾ സ്വതന്ത്രനല്ലേ. ഒരു കട്ടുകൊണ്ടുവന്ന സാധനം വിലക്ക് വാങ്ങിയാൽ അത് നമ്മളെ ഉടമസ്ഥതയിൽ വരൂലല്ലോ. ഇതുപോലെ അതേ സ്വന്തത്തിൽ സ്വതന്ത്രനായ ഒരാളെ അനധികൃതമായി കൊണ്ടുവന്ന് വിൽക്കുമ്പോ കാശ് കൊടുത്ത് വാങ്ങിയത് കൊണ്ട് അദ്ദേഹം മുതലാളിയാകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ റബ്ബ് പറയുന്നു അൽഫയാ സയ്യിദഹാ ലദൽ ബാബ്. قالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم. ഭർത്താവിന്റെ മുമ്പിൽ വഷളാവൂലേ? അപ്പോ ചില കുതന്ത്രങ്ങളുള്ള സ്ത്രീകൾ ഉണ്ടാവുമല്ലോ. ഈ ഭാര്യ അവിടെ ഒരു കുതന്ത്രം പ്രയോഗിക്കുകയാണ്. ഉടനെ തന്നെ പറയുന്നത്, അവള് പറഞ്ഞു, മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക്, നിങ്ങളുടെ ഫാമിലിയെ കൊണ്ട് സൂഅൻ, മോശമായത് ഉദ്ദേശിച്ച വ്യക്തിക്ക് കൊടുക്കേണ്ട പ്രതിഫലം, അതിന് കൊടുക്കേണ്ട പ്രതികാരം, ഇല്ലാ അൻ യുസ്ജന, ജയിലിലടക്കപ്പെടൽ മാത്രം, ഔ അദാബൻ അലീം, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ശിക്ഷ. ഇദ്ദേഹം എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നോ, ഇദ്ദേഹം എന്നെ വ്യഭിചാരത്തിന് ആവശ്യപ്പെട്ടുവെന്നോ, അല്ലെങ്കിൽ എന്നോട് അനധികൃതമായി പെരുമാറിയെന്നോ, അങ്ങനത്തെ ഒന്നും പറയാൻ ആ പെണ്ണിന് ധൈര്യം ഇല്ല. കാരണം അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞൊരു വാക്കാണ്, നിങ്ങളുടെ അഹിലിനെ കൊണ്ട് മോശം വിചാരിച്ച ആള്, യൂസുഫ് നബി എന്ന് പറയുന്നില്ല, മോശം വിചാരിച്ച ആൾക്ക് കൊടുക്കാനുള്ള പ്രതിഫലം അയ്യുസ്ജന, ജയിലിലടക്കൽ. കേട്ടാ തോന്നും എന്തോ ഒരു മോശം ചെയ്യാൻ വിചാരിച്ചും തോന്നും, പക്ഷെ അത് പറയുന്നില്ല. അവ അദാബുൻ അലീം. ആദ്യം തന്നെ പറയുന്നത് ജയിലിലടക്കാന്ന. കാരണം കൊന്നുപോകരുത് എന്ന നിർബന്ധം അവൾക്ക് തന്നെ ഉണ്ട്. കാരണം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവൾക്കറിയാം. ഈ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കൊന്നുപോകരുത് എന്ന നിർബന്ധം അവൾക്ക് തന്നെ ഉണ്ട്.
അതുകൊണ്ടാണ് ആദ്യം തന്നെ ജയില് പറഞ്ഞത്. ജയിലിലേക്ക് ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങാലോ, അല്ലെ ഇറക്കാലോ. അതുകൊണ്ടാണ് ആദ്യം ജയില് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ എന്താണ്? അദാബുൻ അലീം, അല്ലെ വേദനിപ്പിക്കുന്ന ഒരു ശിക്ഷ, കുറച്ച് അടി കൊടുത്ത് അങ്ങോട്ട് കഴിച്ചിലാക്കുക. അവള് തന്നെ ശിക്ഷ ആദ്യം തന്നെ അങ്ങോട്ട് പറയാൻ കാരണം ബലിയോ ഒന്നും കൊടുക്കാൻ ഒരു നിലക്ക് പാടില്ല എന്ന നിർബന്ധം അവളെ മനസ്സിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ ഏതായാലും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവൾ വഷളത്തരം തോന്നിപ്പിക്കുന്ന വാക്ക് പറഞ്ഞു. അവിടെ അതാ ഒരു കുതന്ത്രം മെനഞ്ഞല്ലോ. അപ്പോൾ പിന്നെ സ്വന്തത്തിലുള്ള കാര്യം പറയൽ അനിവാര്യമായല്ലോ. അല്ലെങ്കിൽ ഇന്നേ വരെ വെള്ളവും ഭക്ഷണവും തന്ന ഈ പെണ്ണിനെ കുറിച്ച്, അതുപോലെ നന്നായി എന്നെ അതാ എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്ന ഈ മുതലാളിയുടെ ഭാര്യയെ കുറിച്ച് അങ്ങനെ അവളൊരു മോശക്കാരിയാണെന്ന് പറയാൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിന് തോന്നുന്നില്ല. അതാണല്ലോ സംസ്കാരം എന്ന് പറയുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പക്ഷെ എനിക്കറിയാതിരുന്നൂടല്ലോ. അതുകൊണ്ട് മഹാനവറുകൾ പറയാണ്, അല്ലെങ്കിൽ ഓടി വന്ന സമയത്ത് തന്നെ ഇതാ മഹാനവറുകൾക്ക് അങ്ങോട്ടാദ്യം പറയാമല്ലോ, പക്ഷെ എന്റെ വകയിൽ ഞാനൊന്നും പറയണ്ട എന്ന് വിചാരിച്ചു നിൽക്കുമ്പോ മഹാനവറുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്ക് പറഞ്ഞതിനാൽ ബഹുമാനപ്പെട്ടവര് പറയാണ്, അവൾ എന്റെ ശരീരത്തിന് ആവശ്യപ്പെട്ടതാണ്, ഞാൻ കുറ്റക്കാരനല്ല. സുബ്ഹാനല്ലാഹ്. അവിടെ ധാരാളം തെളിവുകൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറ്റക്കാരനല്ല എന്നതിന് ധാരാളം തെളിവുകൾ വ്യക്തമായി അവിടെയുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, അവരുടെ ദൃഷ്ടിയിൽ യൂസുഫ് നബി അലൈഹി സ്വലാം അടിമയാണ്. അങ്ങനത്തെ ഒരു അടിമ മുതലാളിയുടെ മന്ത്രിയുടെ ഭാര്യയെ അങ്ങോട്ടേക്ക് ആഗ്രഹിക്കുക എന്നതുണ്ടാകാൻ സാധ്യതയില്ല. രണ്ടാമത്തത്, യൂസുഫ് നബി അലൈഹി സ്വലാം ചാടി വരുന്ന സമയത്ത് കാണുന്നത് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പുരുഷൻ സ്ത്രീയെയാണ് അങ്ങോട്ട് തേടുന്നതെങ്കിൽ അങ്ങനെ പുരുഷൻ മുന്നിൽ ചാടി ഇറങ്ങൂലല്ലോ, പുറത്തേക്ക് ചാടാൻ വേണ്ടി ശ്രമിക്കുകയില്ലല്ലോ. മൂന്നാമതായി നോക്കുമ്പോൾ ഇവള് നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാം അങ്ങനത്തെ യാതൊരു ഡ്രസ്സും ധരിച്ചിട്ടില്ല. സാധാരണ നിലക്ക് അണിഞ്ഞൊരുങ്ങിയിട്ടൊന്നുമില്ല. അപ്പൊ തന്നെ മനസ്സിലാവൂലേ ആരാണ് ഇതിന് ഒരുങ്ങിയത് എന്നാ ഡ്രസ്സ് കാണുമ്പോ തന്നെ മനസ്സിലാവൂലേ. ഇതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ അവര് കാണുകയാണ്, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തിൽ ഭംഗിയുള്ള വസ്ത്രങ്ങളോ അത്തരം പ്രവർത്തിക്കുള്ള ഒരുക്കങ്ങളോ ഒന്നും കാണുന്നില്ല. അതിന്റെ പുറമേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇക്കാലം അത്രയും കൊട്ടാരത്തിലുള്ളപ്പോഴുള്ള സ്വഭാവം എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഒരു തെറ്റായ ചിന്തയുള്ള ഒരു സ്വഭാവവും ആരും കണ്ടിട്ടില്ലല്ലോ. അഞ്ചാമതായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്നാണ് തെറ്റ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അവൾക്ക് നേർക്ക് നേരെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് കൃത്യമായി തന്നെ പറയാൻ പറ്റൂലായിരുന്നു. ഒരു പിടുത്തം കിട്ടാത്ത വർത്തമാനം പറയേണ്ടതില്ലായിരുന്നല്ലോ. അതിന്റെ പുറമേ യൂസുഫ് നബി അലൈഹി സ്വലാം പറയുമ്പോ കൃത്യമായി അങ്ങ് പറഞ്ഞില്ലേ, അവൾ എന്റെ ശരീരത്തിന് ആവശ്യപ്പെട്ടതാണ്. കാരണം മനസ്സിലൊന്ന് വെച്ച് പറയുന്നതല്ല, ഉള്ളതുപോലെ പറയുന്നതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ കാര്യങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അതാ സാഹചര്യ തെളിവുകളുണ്ട്. ആ തെളിവുകളൊക്കെ ഉള്ളതിന്റെ പുറമെ പരിശുദ്ധ ഖുർആൻ പറയാണ്, വശഹിദ ഷാഹിദ്, ഒരു സാക്ഷിത്വം നിൽക്കുന്നവൻ സാക്ഷി പറയുകയാണ്, മിൻ അഹ്ലിഹ. അതാരാണ്? യൂസുഫ് നബിയുടെ കുടുംബത്തിൽപ്പെട്ട ആളല്ല, ആ പെണ്ണിന്റെ കുടുംബത്തിൽപ്പെട്ട പെണ്ണിന്റെ ആളാണ്. അങ്ങനെയുള്ള ഒരു സാക്ഷിത്വം പറയുന്നവൻ സാക്ഷിക്ക് നിൽക്കുകയാണ്. എന്താണ് അയാൾ പറയുന്നത്? ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ വഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ ഫകദബത് വഹുവ മിനസ് സാദിഖീൻ.